മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്തേ, ഞാൻ സ്മിത പിള്ളൈ, ഇൻ്റർനാഷണൽ ശിവാനന്ദ യോഗ വേദാന്ത സെൻറ്ററിൽ നിന്ന് യോഗ TTC ചെയ്ത് എറണാകുളം എളമക്കര 5 പോയിൻറ്റ്സ് യോഗ സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു യോഗ സെൻറ്റർ ആരംഭിച്ച് നടത്തി വരികയാണ്. യോഗ എന്നുള്ള ഒരു കൺസെപ്റ്റ്, യോഗ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് കുറിച്ച് ഒരു സ്പിരിറ്റ് വരാൻ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മോള് മൂന്നാം ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത്, എളമക്കര ഭവൻസിലാണ് പഠിക്കുന്നത്. എൻ്റെ മകൾ ജനിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹൈ ഷുഗർ ഉണ്ടായിരുന്നു, 285 ഒക്കെ ആയിരുന്നു. 24 ഞാൻ എപ്പോഴും ഞാനിങ്ങനെ എനിക്ക് സെൽഫായിട്ട് ഇൻസുലിൻ എടുക്കുകയുണ്ടായിരുന്നു. കൺസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആദ്യ പിടിക്കാനുണ്ടാവും. അപ്പോൾ എനിക്കും അതുപോലൊരു ഇത് വന്നു. പിന്നെ ആ പീരിയഡ്സിൽ ചില സമയത്ത് ചില ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഷുഗറൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 കാര്യം എനിക്കും ഉണ്ടായിരുന്നു. തൈറോയിഡ് 150 തൈറോനം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഷുഗർ ഇത്രയും ഹൈയിൽ വന്നു, ICUവിൽ കിടന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനൊരു പ്രഷറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷുഗറിൻ്റെയോ ഈ തൈറോയിഡിൻ്റെയോ മെഡിസിൻ ഇന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം അത് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും. എനിക്ക് താല്പര്യമില്ല അതിന്. എനിക്കൊരു പാഷനുണ്ട് യോഗയിൽ. കാര്യം ഞാൻ ഈ ഡാൻസ് യോഗ മിക്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റുള്ള. ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബ്ലഡ് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും നേടാൻ പറ്റില്ല. കാര്യം ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആൾക്കാരുടെ അടുത്തോ ചോദിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് തൈറോയിഡ് ഉണ്ട്, എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്. ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ ആൾക്കൊരു വിലയില്ലാത്ത അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം എൻ്റെ കൂടെ എൻ്റെ ലൈഫ് ടൈം ഞാൻ കൂട്ടും എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. അതിലും ഇൻട്രസ്റ്റിംഗ്, ആ സമയത്ത് ഒരു 70 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ശിവാനന്ദയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ TTC ടൈം വരുന്നുണ്ട്, ആഫ്റ്റർ 6 മന്താണ് TTC. അപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വെരി ഡിഫിക്കൽട്ടാണ്. അവിടെ എല്ലാവരും ഫോറിനേഴ്സാണ് വരുന്നത്, മലയാളീസായിട്ട് ആകെ 2 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ചലഞ്ച് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് നല്ലൊരു സർട്ടിഫിക്കേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ടഫാണ്. അപ്പോൾ തന്നെയല്ല, ഈ 70 കിലോ വെയിറ്റും കൊണ്ട് പോയിട്ട് TTC പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം എന്താ ചെയ്യുക തീരുമാനിച്ചു. അന്ന് ട്രിവാൻഡ്രത്താണ് താമസം. നേരെ പൂജപ്പുര ഗ്രൗണ്ടിൽ രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് 3 റൗണ്ട് ഓടും. അത് അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ഇതായിട്ട് എന്താ ചെയ്യണേ? അപ്പോൾ ഒരു 6 മന്തിൻ്റെ ഉള്ളിലാണല്ലോ, ഒരു 3 മന്തിലേക്ക് കുറച്ചെങ്കിലും വെയിറ്റ് കുറച്ച് എടുത്താലേ എനിക്കിത് TTC അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 മാസം 90 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് സെൽഫ് കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ എനിക്കത് നേടിയെടുക്കണം എന്നൊരു വാശിയുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു.
അവിടെ നിന്ന് പതുക്കെ പതുക്കെ തുടങ്ങി. ശിവാനന്ദ സെൻട്രൽ ഉണ്ട് ട്രിവാൻഡ്രത്ത്, അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഒരു 3 മാസം ഏകദേശം ആയപ്പോഴേക്കും എൻ്റെ ഭാഗ്യത്തിന് കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ കിട്ടി. TTCയുടെ ടൈമിങ് കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ വന്നു. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഇത് വിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, വേഗം കാര്യം ഈ 70 കിലോ വെയിറ്റ് കുറച്ചെങ്കിലും കുറച്ചാൽ ഒരു 10 കിലോ എങ്കിലും കുറഞ്ഞാൽ എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗറിൻ്റെ ഇത് മെഡിസിൻ എടുക്കുന്നത് ഫസ്റ്റ് നിർത്തി. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഡോക്ടർ പറഞ്ഞു എന്തായാലും അത് നമ്മൾ ചെക്ക് ചെയ്യണം തൈറോയിഡ്. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ 10 വർഷമായിട്ട് ഞാൻ ഇതുവരെ തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ ഡോക്ടർ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യാം, പിന്നെ ഫുഡ് നല്ലോണം ശ്രദ്ധിക്കും. കാര്യം ഈ തൈറോയിഡ് പേഷ്യൻസ് ക്യാപ്സിക്കം അതുപോലെയുള്ള പച്ച കളറിലുള്ള വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ അവരെ കുറേ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടായിരുന്നു നിറയെ. എൻ്റെ പ്രധാന ഫുഡ് ഈ മുരിങ്ങയില ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. മുരിങ്ങയില, പപ്പായ, ഈ ചെറിയ ചക്ക, ഇടിച്ചക്ക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെ ഇതൊക്കെ ഈ നാടനായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ കൂട്ടുപിടിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്ത് എന്തായാലും ഓൾമോസ്റ്റ് ഒരു 10 കിലോ വെയിറ്റൊക്കെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ TTC എൻ്റർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ പാസ്സായത്. അവരുടെ കൂടെ തന്നെ അച്ചീവ് ചെയ്ത് നിൽക്കാൻ പറ്റി. അതൊരു മൈൻഡിൻ്റെ നമ്മുടെ ആവശ്യമാണ്. നമ്മളെപ്പോഴും എനിക്കിത് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മെൻ്റലി ഫിസിക്കലി അതാണ് എപ്പോഴും നമ്മളുടെ പ്രശ്നം വരുന്നത്. നമ്മളത് മെൻ്റലി ഞാൻ ഫിറ്റാണോ ഫിസിക്കലി ഫിറ്റാണോ എന്നാൽ ഞാൻ ഓക്കെ എന്ന് നമുക്ക് എപ്പോഴും പറയാം. കാര്യം നമ്മൾക്ക് മനസ്സാണ് നമ്മുടെ പ്രശ്നം. മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ എല്ലാവരും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെയിറ്റ് ലോസ് ആണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. പക്ഷെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊന്നും കഴിക്കുന്നില്ല. ഞാൻ വളരെ നോർമലായിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഞാൻ വളരെ നീറ്റായി അല്ലെങ്കിൽ ഡീസൻ്റായി എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് കൊണ്ടാണ് കുറയാത്തത്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ടും എന്താണ് എൻ്റെ വെയിറ്റ് കുറയാത്തത്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ശരിക്കും തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് വെയിറ്റ് കുറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചത്. പിന്നെ ഇപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പക്ഷേ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. എൻ്റെ ബോഡി ഭയങ്കര വണ്ണം വെച്ച് വരുന്നു, ഫാറ്റാണ്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീനെ നോക്കിയിട്ടാണ് അതിൻ്റെ ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ ബോഡിയിൽ നേരത്തെ കിടക്കുന്ന ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം നമ്മൾ ബോഡിക്ക് ഒരു ഫിറ്റ്നസ് ആ ഫിറ്റ്നസ്സായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്തൊക്കെയാണോ, എക്സസൈസ് ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ യോഗയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിമ്മിലാണോ പോകുന്നത്, എന്താണെങ്കിലും നമ്മൾ നേരത്തെ നമ്മുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഫാറ്റ് റിലീസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയും അതിൽ വിജയിക്കാൻ നോക്കുകയും സെയിം ടൈം നമ്മളിപ്പോൾ റീസെൻ്റ്ലി കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക. ആ 2 കാര്യങ്ങളും ഉണ്ടാകുമ്പോഴേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എടുക്കുന്നതിൽ നമുക്ക് നല്ല മനസ്സിന് കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ വണ്ണം കുറയ്ക്കാനൊന്നും പറ്റില്ല. യോഗ ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാര്യം ഇവിടെ വന്ന് നമ്മൾ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ 5 പോയിൻറ്റ്സ് ഓഫ് യോഗ എന്നാണ്. 5 പോയിൻറ്റ്സ് ഓഫ് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ബ്രീത്തിങ്, പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ റിലാക്സേഷൻ, പ്രോപ്പർ എക്സസൈസ്, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് മെഡിറ്റേഷൻ. ഈ 5 പോയിൻറ്റ്സിലൂടെ നമ്മൾ ട്രാവൽ ചെയ്താൽ നമുക്ക് ലൈഫിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ സോളിനെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. റീസെൻ്റ്ലി എനിക്ക് ട്രിവാൻഡ്രത്തു നിന്ന് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം, മലപ്പുറം, അങ്ങനെ പല സ്ഥലത്തു നിന്നും നമുക്കിവിടെ വരും. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് വന്ന ആൾ 15 വർഷമായിട്ട് പെയിൻ കില്ലർ, അയാൾക്ക് ബാക്ക് പെയിൻ ആയിരുന്നു, നടുവേദനയ്ക്ക് മരുന്ന് കഴിച്ച് 80 കിലോ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ 48 kg ഉള്ളൂ. അയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു പ്രാവശ്യം നോക്കുള്ളൂ, അത് അവസ്ഥയിലായിരിക്കുന്നത്. അപ്പോൾ അതിൽ കാര്യം ഇങ്ങനത്തെ ആൾക്കാർ വരും, മരുന്നെല്ലാം കഴിച്ച് കുറേ നമുക്ക് ഇനിയും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ അവർ അതെല്ലാം മടുത്തിട്ട് ഇനി എന്താ ഒരു വഴി എന്ന് അന്വേഷിച്ച് വരുന്ന കുറേ പേരുണ്ട്. ആ സമയത്താണ് നമ്മളുടെ ഈ 5 പോയിൻറ്റ്സിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ
പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുജോക്ക് തെറാപ്പി. ഈ സുജോക്ക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. നമ്മുടെ ബോഡിയുടെ കറസ്പോണ്ടൻസ് ആയിട്ട് കയ്യിലും കാലിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് പാർക്ക് ജേവോ എന്ന് പറയുന്ന സാറ്, ഒരു കൊറിയൻ ആണ്, അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വളരെയധികം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന പേഷ്യൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ സ്പൈനൽ കോഡിന് പ്രോബ്ലം ആയിട്ട് ഇത്രയും വർഷം മരുന്ന് കഴിച്ചു, അയാൾ ഇപ്പോഴും നമ്മളുടെ ഇതിൽ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആളാണ്. അയാൾക്ക് സ്പൈനൽ കോഡിൻ്റെ പ്രോബ്ലം സെയിം ടൈം വെരിക്കോസിസ് ഉണ്ട്. വെരിക്കോസിസ് ഇപ്പം നമുക്ക് വളരെ വണ്ടറായിട്ടാണ് അയാളെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാര്യം അയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അയാൾക്ക് 100 നാക്കാണ് പറയാനായിട്ട്. അത്രയും നെറ്റിൽ നോക്കി ഏത് ഹോസ്പിറ്റലാണ് നല്ലത് എന്നാൽ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അങ്ങനെ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അയാൾക്ക് പ്രശ്നം എന്താണെന്നറിയാം, അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അയാളെ മനസ്സിലാക്കാൻ ആരുമില്ല. അതാണ് അവിടുത്തെ ബേസിക് പ്രോബ്ലം. അവർക്കൊരു ബൂസ്റ്റിംഗ് കൊടുത്തു, സർ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഓക്കെ ആണെന്നൊരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങളിത് ഇങ്ങനെ ചെയ്തോ, നിങ്ങൾക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യുകയെന്ന് പറഞ്ഞ് അവരെ യോഗയിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബ്രീത്തിങ് എക്സസൈസിലൂടെ കുറേ കാര്യങ്ങൾ കൊടുക്കുകയും പിന്നെ ഈ സുജോക്കുമായ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ സുജോക്കിലൂടെ അവർക്ക് കൊടുക്കുകയും എല്ലാം ചെയ്തപ്പോൾ കിട്ടുന്ന ആ ഒരു വിജയം, അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സപ്പോർട്ടിൻ്റെ കുറവ് മാത്രമാണ്. അപ്പോൾ ഈ സുജോക്ക് ഞങ്ങൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി ട്രിവാൻഡ്രം തൊട്ടിട്ട് നമ്മൾ സെമിനാറുകളും മറ്റു കാര്യങ്ങളും നടത്തി വരികയാണ്. ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ആത്മാ സ്പിരിച്വൽ അക്കാദമി, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് മന്ത് നമ്മളൊരു ട്രെയിനിങ് നടത്തിയിരുന്നു. അതിലൊരു 3 or 4 days പ്രോഗ്രാമാണ് ഈ സുജോക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. ഒരിക്കൽ ബാബ രാംദേവ് ജിയുടെ പ്രോഗ്രാം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അന്ന് ട്രിവാൻഡ്രം അങ്ങനെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം രാംദേവ് ജിയുടെ പ്രോഗ്രാംസ് നടക്കുന്ന വളരെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡാൻസിനോടുള്ള പാഷൻ, ഇങ്ങനെ ഈ മൂമെൻറ്റ്സ് വളരെ അതൊരു വെസ്റ്റേൺ സ്റ്റൈൽ മിക്സ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കണ്ടംപററി ബേസ്ഡ്. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഈ പറഞ്ഞ പോലെ പൂജപ്പുരയിൽ ഭയങ്കര ഒരു വലിയൊരു ഷോ നടന്നു ബാബാജിയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്, ഞാൻ ആക്ച്വലി ഈ നടക്കാൻ പോകുന്ന ആ ഒരു സമയം പോകുന്ന ടൈമിലൊക്കെ ഞാനിത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ശരിക്കും ഭയങ്കര വണ്ടറായിട്ട് തോന്നിയത് ഓരോ മൂവ്മെൻറ്റ്സും ആ സീക്വൻസൊക്കെ പോകുന്ന സ്റ്റൈൽ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ്. എല്ലാവരും അത് ചെയ്യുന്നതും എത്ര ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ്. എനിക്ക് ശരിക്കും വണ്ടർ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു എൻ്റെ ലൈഫ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി അവിടെ ഇരുന്ന് ചെയ്യുന്ന ആ ഓരോ ഇതും അതേപോലെ ആൾക്കാർ ഫോളോ ചെയ്ത് അതുപോലെ ചെയ്യുന്നു. അതിൻ്റെ ഹെൽത്ത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ അന്ന് ഇങ്ങനെ മനസ്സിൽ ഡിസൈഡ് ചെയ്തു, ഇത് എൻ്റെ ലൈഫിന് ഇത് ആയിരിക്കും കുറച്ചും കൂടെ എനിക്ക് എൻ്റെ വഴിയിലേക്ക് എനിക്ക് ഇതിലേക്ക് വരുന്നതായിരിക്കും കുറേയും കൂടി എന്ന് എൻ്റെ മനസ്സെങ്ങനെ പറയുന്നു. അത് തന്നെയല്ല, നമുക്ക് ഈ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു പോകണം എന്നുള്ള ഒരു അതിയായൊരു ആഗ്രഹം. അപ്പോൾ പല കാര്യങ്ങളും പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് യോഗയിലൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, അവരായിട്ട് കുറേയും കൂടി നമുക്ക് അടുത്ത് അവർക്ക് വേണ്ടി നല്ലൊരു സപ്പോർട്ട് ചെയ്യാം. എനിക്ക് ഈ സപ്പോർട്ടുകളെല്ലാം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് എൻ്റെ ഒരു കരിയറിലേക്ക് ഞാനിതിനെ എടുക്കുന്നതും ഇപ്പോഴും ഈ വഴിയിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നത്. ഒരു ഡെയിലി റൊട്ടീൻ നമ്മുടെ ലൈഫിന്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, അല്ലെങ്കിൽ ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഫുഡ് കഴിക്കും, കുളിക്കും, ഇങ്ങനെ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഈ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു ഡാൻസിങ് ഫോമാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അത് അവർ ഡെയിലി രാവിലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കാണിക്കുക, ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ യോഗ ആണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇത് ബ്രേക്ക് വരാതെ മാക്സിമം, ഇപ്പോൾ നമുക്ക് സാധാരണ ബ്രേക്ക് വരും, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കാതെ പറ്റില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം. ഈ മടി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാലും
ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഒരു അസുഖത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇന്ന അസുഖത്തിനെന്ന് പറഞ്ഞിട്ട് യോഗ ചെയ്യണ്ട. യോഗ നമ്മളുടെ ബോഡിയെ ഒരു സമ്പൂർണ്ണമായിട്ടും അത് സേവ് ആക്കുന്ന ഒരു കാര്യമാണ്. സേഫ് ആക്കിക്കോളും. അത് ഇന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ യോഗ ആരും ചെയ്യണ്ട. ഒരു ഇൻസ്ട്രക്ടർ അവർ ശരിയായിട്ട് നോളജുള്ള യോഗയെക്കുറിച്ച് അറിയുന്ന ഒരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ അവർ ആ ബോഡിയെ സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റം, ഒരു സിലബസ് അവരെന്തായാലും ഫോളോ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ യോഗ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. അതിലേക്കാണ് ആൾക്കാരെ ക്ഷണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീട്ടമ്മമാർ ഇതിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് റിലീസ് ചെയ്യാം. മുട്ടുവേദന, കാലുവേദന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് സേഫ് ആവാം. പിന്നെ തൈറോയിഡ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഡിപ്പെൻഡഡ് ആണ്. ടീനേജേഴ്സിന് പ്രധാനമായിട്ട് പറയുന്ന PCOD പോലുള്ള കുറേ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരും കുറേ പറയുന്നുണ്ട്. വർക്ക് ലോഡ് കുറേ പഠിക്കാനുള്ള പ്രശ്നങ്ങൾ, അതിലൊക്കെ ഈസി ആക്കാൻ പറ്റും. ഹൈപ്പേഴ്സിനെ വളരെ നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി കുട്ടികൾ ഹൈപ്പേഴ്സ് ആയിരിക്കും മിക്കവാറും, അത് അവരുടെ ഏജാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവരെങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കാം എന്നുള്ളൊരു ടെക്നിക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിന് ഇവിടെ കിഡ്സ് ക്ലാസ് ഉണ്ട്. നമുക്ക് കുട്ടികളുടെ ബാച്ച് മാത്രമായിട്ട് നമ്മൾ സാറ്റർഡേയും സൺഡേയും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും, എസ്പെഷ്യലി വീട്ടിലിരിക്കുന്ന ആൾക്കാർ, സീരിയൽ കണ്ടിരിക്കുന്ന ചേച്ചിമാർ, എല്ലാവരും അതിൽ നിന്നൊക്കെ കുറച്ച്, അത് മോശമാണെന്നല്ല പറയുന്നത്, എന്നാലും നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനായിട്ട്, നമ്മുടെ ഈ കാലുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് വിട്ട് കുറച്ചൊന്ന് ഫ്രീ ആവാനായിട്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് ഇതിലേക്ക് വന്ന് കുറേയും കൂടെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളും എല്ലാം അത് ഫോളോ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും. അവരും അത് ചെയ്യും. പാരൻസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അമ്മമാർ ചെയ്യുവാണെങ്കിൽ കുട്ടികളും ചെയ്യും. അപ്പം അങ്ങനെ പുതിയൊരു ന്യൂ ജനറേഷൻ, നല്ലൊരു വരും തലമുറയെ വാർത്തെടുക്കാനായിട്ട് എല്ലാ അമ്മമാരെയും ഞാൻ ഈ ഒരു ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ എല്ലാ അച്ഛന്മാരെയും, ചേട്ടന്മാരെയും, ചേച്ചിമാരെയും എല്ലാവരെയും 5 Points യോഗ സ്റ്റുഡിയോയിൽ ഞാനുണ്ട്, സ്മിത പിള്ളൈ. എപ്പോഴും നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ, ഏത് കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങളോട് സപ്പോർട്ട് ചെയ്യും.